പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദിമാതാപിതാക്കളുടെ പാപത്തെക്കുറിച്ചുള്ള ചിന്തകളും ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യൻ നൽകിയ സ്വാഭാവികമായ നാച്ചുറലായിട്ടുള്ള സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ പ്രപഞ്ചം മുഴുവനുള്ള ദൈവിക സംവിധാനങ്ങൾ, അതിനെക്കുറിച്ചും അതിസ്വാഭാവികമായ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം നൽകുന്ന ജീവൻ്റെ വൃക്ഷത്തെക്കുറിച്ചും, എന്നാൽ ആൻറ്റി സൂപ്പർ നാച്ചുറൽ, ആൻറ്റി നാച്ചുറൽ എന്ന് വിളിക്കപ്പെടാവുന്ന സ്വാഭാവിക പ്രപഞ്ച ലോക സംവിധാനങ്ങൾക്കും മനുഷ്യർക്കും അതിസ്വാഭാവികമായ ദൈവകൃപാ മേഖലയ്ക്കും എതിരെ നിൽക്കുന്ന പൈശാചിക ശക്തിയെക്കുറിച്ചും നന്മതിന്മകൾ അറിവിൻ്റെ വൃക്ഷത്തെക്കുറിച്ചും നമ്മൾ ഇന്നലെ ധ്യാനിച്ചു. ഇന്ന് പിശാചിനെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ ചില കാര്യങ്ങളിപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ്. നമ്മൾ പിശാചിനെക്കുറിച്ചുള്ള ഒരു ധ്യാനത്തിൻ്റെ അവസരമല്ല, എങ്കിലും സഭ എന്തു പറയുന്നു? ദൈവഹിതത്തിനെതിരായ നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാരുടെ തീരുമാനത്തിന് പിന്നിൽ വഞ്ചനാത്മകവും ദൈവവിരുദ്ധവുമായൊരു സ്വരം, അവരെ മരണത്തിൽ വീഴ്ത്തുന്ന അസൂയ കലുഷിതമായൊരു സ്വരം പതിയിരിക്കുന്നു. വിശുദ്ധ ലിഖിതവും സഭാപാരമ്പര്യവും ഈ സ്വരത്തിൻ്റെ ഉടമ നിബന്ധിച്ച മാലാഖയാണെന്ന് തിരിച്ചറിയുന്നു. സാത്താൻ, പിശാച് എന്നീ പേരുകളിൽ അവൻ അറിയപ്പെടുന്നു. വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 9-ാം തിരുവചനത്തിൽ പിശാച് എന്നും സാത്താൻ എന്നും വിളിക്കപ്പെടുന്ന പുരാതന സർപ്പം എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. സാത്താൻ എന്നും പിശാച് എന്നും വിളിക്കപ്പെടുന്ന അപുരാതന സർപ്പം. അതുപോലെ യോഹന്നാൻ 8:44 അവൻ നുണയനും നുണയുടെ പിതാവ് കൊലപാതകയുമാണെന്ന് പറഞ്ഞിരിക്കുന്നു. പിശാച് അവ ആദ്യം ദൈവസൃഷ്ടിയായ നല്ല മാലാഖമാരായിരുന്നു എന്നാണ് സഭാപ്രബോധനം. പിശാചും മറ്റു ദുർഭൂതങ്ങളും പ്രകൃത്യാ നല്ലവരായി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരായിരുന്നുവെങ്കിലും അവർ സ്വയം ദാസന്മാരായി തീർന്നു. അതായത് ദാസരായി തീർന്നു. കത്തോലിക്ക സഭയുടെ പ്രബോധന ഗ്രന്ഥം 391 അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ വിശദീകരണത്തിലേക്ക് സഭ വരികയാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിങ്ങനെ ഒന്ന് മനസ്സിലാക്കുക. നന്മയും തിന്മയും പൂർണ്ണമായി അറിയുന്നത് ദൈവത്തിന് മാത്രമാണ്. നന്മയേത് തിന്മയേത് നിശ്ചയിച്ചിരിക്കുന്ന ദൈവമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവം നന്മയെന്ന് പറയുന്നതും നന്മയായി നൽകുന്നതും മാത്രമേ മനുഷ്യൻ സ്വീകരിക്കാൻ പാടുള്ളൂ. തിന്മയെന്ന് ദൈവം പറയുന്നത് അരുതെന്ന് ദൈവം വിലക്കിയത് മനുഷ്യൻ സ്വീകരിക്കരുത്. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ദൈവം നൽകുന്ന നന്മകൾ മാത്രം ആഗ്രഹിക്കുകയും തിന്മയായിട്ടുള്ളത് ആഗ്രഹിക്കാതിരിക്കുകയും മാത്രമല്ല വെറുക്കുകയും ചെയ്യണം. എല്ലാറ്റിൻ്റെ ഉടയവൻ ഒരു കാര്യം നന്മയാണെന്നും മറ്റൊന്ന് തിന്മയാണെന്നും വെളിപ്പെടുത്തിയാൽ അല്ലെങ്കിൽ പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നവൻ എന്തുകൊണ്ട് വൈ എന്ന് ചോദിക്കുകയില്ല. അത് വിശ്വാസത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും ലഭിക്കുന്ന ഒരു കൃപയാണ്. ആ കൃപയുടെ നിറവിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തി ചോദ്യം ചെയ്യാതെ ദൈവത്തെ അനുസരിക്കും. അതായത് ഇതിനെക്കുറിച്ച് സഭ നൽകുന്ന ഒരു വ്യാഖ്യാനത്തിൽ നിന്ന് ഞാൻ എൻ്റെ പുസ്തകത്തിൽ തലമുറകളുടെ ശാപം സത്യമോ മിഥ്യ എന്ന പുസ്തകത്തിൽ ഞാൻ നൽകുന്ന ഒരു വ്യാഖ്യാനമാണ്. ഒരു കാര്യം നന്മയാണ്, ഒരു കാര്യം തിന്മയാണ് ദൈവം പറഞ്ഞാൽ അതെന്തുകൊണ്ടാണെന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന അനന്ത കൃപാലുവായ സർവശക്തനായ ദൈവത്തോട് ഒരു വിശ്വാസി ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ള ചോദിക്കില്ല. ദൈവം ഒരു കാര്യം നന്മയെന്ന് പറഞ്ഞാൽ അത് നന്മ, തിന്മയെന്ന് പറഞ്ഞാൽ തിന്മ. ഇതാകാം, ഇത് അരുത് എന്ന് പറഞ്ഞാൽ ആകാവുന്നത് സ്വീകരിക്കൂ, അരുതെന്ന് പറഞ്ഞാൽ സ്വീകരിക്കില്ല. അതാണ് ദൈവത്തോടുള്ള ബന്ധമുള്ള വ്യക്തി, ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തി, ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തി ചെയ്യുകയുള്ളൂ. പക്ഷേ ലൂസിഫർ എന്ന പ്രഭാത നക്ഷത്രം എന്നുള്ള യെശയ്യായിൽ ഉള്ള പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഉഷസ്സിൻ്റെ പുത്രനെ എന്നുള്ള ആ വചനത്തെ വ്യാഖ്യാനിച്ചപ്പോൾ, യെശയ്യാ 14:12 വ്യാഖ്യാനിച്ചപ്പോൾ അതിനെ ലൂസിഫർ എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചു. ലുസഫേർ എന്ന് പറഞ്ഞാൽ പ്രകാശം വഹിക്കുന്നവൻ അല്ലെങ്കിൽ പ്രകാശവാഹകൻ. അപ്പോൾ അങ്ങനെയാണ് പ്രകാശവാഹകനായിരുന്ന ഈ പ്രഭാത നക്ഷത്രമായിരുന്ന മാലാഖ അവൻ പിഴച്ച മാലാഖയായിട്ട് മാറി. 1/3 മാലാഖമാരെ അവൻ വഴിതെറ്റിച്ചു എന്ന് സഭാപാരമ്പര്യം പഠിപ്പിക്കുന്നു. 3/1 നക്ഷത്രങ്ങളെ 12-ാം അധ്യായത്തിൻ്റെ വെളിപാടിൽ 3/1 നക്ഷത്രങ്ങൾ അവൻ്റെ വാലുകൊണ്ട് ചുഴറ്റി ഭൂമിയിലേക്ക് എറിഞ്ഞു എന്ന് പറയുന്ന 3/1 മാലാഖമാരെ വഴിതെറ്റിച്ചു എന്ന് പറയുന്നതായിട്ട് വ്യാഖ്യാനിക്കുന്ന ബൈബിൾ പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ മാലാഖയ്ക്ക് എന്താണ് പറ്റിയത്?
അത് മനസ്സിലാക്കണമെങ്കിൽ ദൈവം അരുതെന്ന് പറഞ്ഞതിലേക്ക് ആദ്യ മാതാപിതാക്കൾക്ക് ആകർഷണം എങ്ങനെയുണ്ടായി? എനിക്ക് ലഭിച്ചൊരു ബോധ്യം ഇതാണ്. ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതി, ദൈവം വിലക്കിയ തിന്മ എന്താണെന്നും അറിയാനും അനുഭവിക്കാനുമുള്ള ആഗ്രഹം മനസ്സിൻ്റെ ഇച്ഛാശക്തിയെ കയറൂരി വിട്ടപ്പോഴുണ്ടായതാണ്. മനുഷ്യന് ഫ്രീ വില്ല് കൊടുത്തിട്ടുണ്ട്, ഇച്ഛാശക്തി കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചില വചനങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞുതരാം. അപ്പം നന്മയും തിന്മയും നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളാണ് ഫ്രീ വില്ല് ഉപയോഗിച്ച്, നമ്മുടെ ഇച്ഛാശക്തി ഉപയോഗിച്ച് നന്മ തിരഞ്ഞെടുത്ത് തിന്മ ഉപേക്ഷിക്കേണ്ടത്. ദൈവം അനുവദിക്കുന്നതും നൽകുന്നതും ആശീർവദിക്കുന്നതും മതി എന്നൊരു വ്യക്തി തൻ്റെ മനസ്സിൽ ഇച്ഛാശക്തി ഉപയോഗിച്ച് തീരുമാനിച്ചാൽ അതിനെതിരായ ചിന്തയും ആഗ്രഹവും വന്നാലും അത് തീരുമാനത്തിലെത്തില്ല, നടപടിയിലെത്തില്ല. ഇവിടെ മനസ്സിൻ്റെ ഇച്ഛാശക്തി അഭിഷേകപൂരിതമായിരിക്കണം. ഇച്ഛാശക്തിക്ക്, ഫ്രീ വില്ലിന് അഭിഷേകം ലഭിക്കണമെങ്കിൽ സ്വതന്ത്ര മനസ്സിനെ ദൈവത്തോട് ചേർത്ത് വെക്കണം. ഈ വസ്തുത ഉറപ്പിക്കുന്ന വചനങ്ങൾ ഇതാ. 1 നിയമാവർത്തനം 30:15-16. ഇതാ ഞാൻ ഇന്ന് നിൻ്റെ മുമ്പിൽ ജീവൻ, നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു. ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അനുസരിച്ച് ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തെ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും. ജീവനും മരണവും, നന്മയും തിന്മയും, ജീവനും മരണവും നന്മയും തിന്മയും നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുക. നീ ദൈവത്തെ സ്നേഹിച്ചാൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് നിനക്ക് നന്മ തിരഞ്ഞെടുക്കാൻ പറ്റും, ജീവൻ തിരഞ്ഞെടുക്കാൻ പറ്റും. അടുത്തത് നിയമാവർത്തനം 11:26-27. ഇന്നേ ദിവസം നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു അനുഗ്രഹവും ശാപവും വയ്ക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന കൽപ്പനകൾ അനുസരിച്ചാൽ അനുഗ്രഹം അല്ലെങ്കിൽ ശാപം ഉണ്ടാകും. അടുത്തത് പ്രഭാഷകൻ 15:16-17. അഗ്നി ജലവും അവിടെ നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് എടുക്കാം. ജീവനും മരണവും മനുഷ്യൻ്റെ മുമ്പിലുണ്ട്, ഇഷ്ടമുള്ളത് അവന് ലഭിക്കും. ഇവിടെ ഇഷ്ടമുള്ളത് എന്ന് പറയുന്നത് ആ മനുഷ്യൻ്റെ ഇച്ഛാശക്തിയെ കൂട്ടി തിരിയുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. പിഴച്ചുപോയ മാലാഖയായിരുന്ന യൂസഫിനെ കുറിച്ച് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന ടൈർ രാജാവിനെതിരായ സന്ദേശത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതായത് എസെക്കിയേൽ 28:15-16 അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇങ്ങനെ പറയുന്നു, പ്രത്യേകിച്ച് 16-ാം വചനത്തിൽ, നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ അധർമ്മം നിന്നിൽ പ്രത്യക്ഷപ്പെടുന്നതുവരെ നീ നിഷ്കളങ്കനായിരുന്നു, എന്നാൽ വ്യാപാരത്തിൻ്റെ പെരുപ്പത്തിൽ പാപം അരങ്ങേറി. ഞാനിതിനൊരു പ്രത്യേക വ്യാഖ്യാനം കൊടുത്തു. ഏത് വ്യാപാരം? മനോവ്യാപാരത്തിൻ്റെ പെരുപ്പത്തിൽ പാപം അരങ്ങേറി. കച്ചവടം എന്ന അർത്ഥത്തിലല്ല. മനോവ്യാപാരങ്ങൾ. എന്തിന് ഞാൻ ദൈവത്തിന് കീഴ്വഴങ്ങി ജീവിക്കണം? വൈ ഷുഡ് ഐ ബി ഒബീഡിയൻറ്റ് ടു ഗോഡ്? വൈ ഷുഡ് ഐ ബി ഡിപ്പെൻഡിങ് ഓൺ ഗോഡ്? വൈ ഷുഡ് ഐ believe in God and obey God? Why can't I be independent? Why can't I be free? ഞാൻ എന്തിന് ദൈവത്തെ അനുസരിക്കണം? എന്തിന് ദൈവത്തിന് കീഴ്വഴങ്ങി ജീവിക്കണം? എനിക്ക് സ്വതന്ത്രമായി തീരുമാനം എടുക്കാൻ പറ്റില്ലേ? അതായത് സൃഷ്ടിയായ മാലാഖ സൃഷ്ടാവായ ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് സ്വയം കയറാൻ നോക്കുകയാണ്. അതുതന്നെയാണ് ആദ്യ മാതാപിതാക്കൾക്ക് പിശാച് കൊടുത്ത പ്രലോഭനവും. ഈ പഴം ഭക്ഷിച്ചാൽ നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെയാകും. അവരെ ദൈവമാക്കാനായിട്ട് സൃഷ്ടികളായ മനുഷ്യരായവരെ ആദിമാതാപിതാക്കളെ ദൈവമാക്കാനുള്ള പ്രലോഭനം നൽകിയ സാത്താൻ്റെ അടിസ്ഥാന സ്വഭാവം ഉണ്ടായത് അങ്ങനെ തന്നെയാണ്. അവൻ തന്നെ ചിന്തിക്കുന്നു, എനിക്കെന്തുകൊണ്ട് ദൈവത്തിന് കീഴ്വഴങ്ങി ജീവിക്കണം? അഗ്നിയും ജലവും ജീവനും മരണവും നന്മയും തിന്മയും നിൻ്റെ മുമ്പിലുണ്ട്. ഈ ലൂസിഫർ അല്ലെങ്കിൽ ഈ പിഴച്ചുപോയ മാലാഖ അവൻ ഇങ്ങനെ ചിന്തിച്ചു, എനിക്ക് എന്തുകൊണ്ട് ദൈവമായിക്കൂടാ? 3 മാലാഖമാരെ ആ സ്വാധീനത്തിൽ കൊണ്ടുവന്ന് ആ വഴിപിഴച്ചു പോയ ഈ പ്രധാന മാലാഖയായ ലൂസിഫറിനെ സാത്താൻ അല്ലെ പിശാച് എന്ന് വിളിക്കുന്നു. അവൻ്റെ കൂടെ കൂടിയ മറ്റ് ഈ 3 നക്ഷത്രങ്ങളെന്ന് പറയുന്ന ഈ മാലാഖമാരെ അവരെ ദുർഭൂതങ്ങളെന്നും അശുദ്ധാത്മാക്കളെന്നൊക്കെ വിളിക്കുന്നു. ഇവിടെ ഈ വചനം മറ്റൊരു പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കപ്പെട്ടതാണെങ്കിലും ആദ്യമാതാപിതാക്കളുടെ വീഴ്ചയുടെ പിന്നിൽ നിഷ്കളങ്കത നഷ്ടപ്പെടുത്തുന്ന മനോവ്യാപാരങ്ങളുടെ സ്വാധീനം കാണാൻ പറ്റില്ലേ? ഞാൻ അതിനെക്കുറിച്ച് ഈ രീതിയിലാണ് വ്യാഖ്യാനിച്ചത്. മനോവ്യാപാരങ്ങളുടെ പെരുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ആദ്യമാതാപിതാക്കളുടെ പാപതീരുമാനത്തിൻ്റെ കാരണം വിട്ടും ദൈവിക വെളിപാടിൻ്റെ മുമ്പിൽ അഭിഷേകമില്ലാത്ത ബുദ്ധിയുടെ മനസ്സിൻ്റെ ചലനങ്ങൾ അഥവാ നീക്കങ്ങൾ അപകടത്തിലേക്ക് നയിക്കും. തെറ്റുപറ്റാത്ത തിന്മ ലവലേശമില്ലാത്ത ദൈവത്തിൻ്റെ വെളിപാടുകളുടെയും കൽപ്പനകളെയും സംശയിക്കാതെയും ചോദ്യം ചെയ്യാതെയും സ്വീകരിക്കുന്നതും അനുസരിക്കുന്നതും അന്ധമായ വിശ്വാസമോ അന്ധമായ അനുസരണമോ അല്ല, പ്രത്യുത ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും ആശ്രയവും അതിലൂടെ വരുന്ന അനുസരണവുമാണ്. അങ്ങനെ ആയാലേ ഉപരി വെളിപാടുകളും മാർഗനിർദ്ദേശങ്ങളും ദൈവത്തിൽ ലഭിക്കൂ. ഇവിടെയാണ് ആദ്യ മാതാപിതാക്കൾക്ക് തെറ്റുപറ്റിയത്. പ്രിയപ്പെട്ടവരെ,
നമ്മൾ ഇന്നത്തെ ധ്യാനത്തിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് ഈ പിശാചിൻ്റെ അധപതനത്തിന് കാരണം മനോവ്യാപാരങ്ങളുടെ പെരുപ്പത്തിലാണെന്നൊരു വ്യാഖ്യാനം ഇവിടെ നൽകുകയായിരുന്നു ഞാൻ. അതായത് വ്യാപാരങ്ങളുടെ പെരുപ്പത്തിൽ എന്ന എസെക്കിയേൽ 28:16 വ്യാപാരങ്ങളുടെ പെരുപ്പത്തിൽ പറഞ്ഞതിന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ദൈവത്തെ പോലെ ആകാനുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വന്നു. അത് ഫ്രീ വില്ല്, ഇച്ഛാശക്തി ദൈവം കൊടുത്തതിന് ദുരുപയോഗിച്ചപ്പോൾ ഉണ്ടായതാണ്. അതിനെ കയറൂരി വിടുമ്പോൾ ഉണ്ടാകുന്നതാണ്. ദൈവത്തിൻ്റെ തിരുക്കൽപ്പനകളുടെ ദൈവിക വെളിപാടുകളുടെ മുമ്പിൽ ഈ യുക്തിയുടെയും ബുദ്ധിയുടെയും ചോദ്യം ചെയ്യലല്ല. ദൈവിക വെളിപാടുകൾ വിശ്വസിച്ച് സ്വീകരിച്ചു കഴിയുമ്പോൾ യുക്തിയും ബുദ്ധിയും പ്രകാശിതമാകും, ഇല്യൂമിൻ്റ് ആകും. അതാണ് വിശുദ്ധ അഗസ്തീനോസ് പഠിപ്പിക്കുന്നൊരു കാര്യം. വിശ്വസിക്കുക, അപ്പോൾ എല്ലാം ബോധ്യപ്പെടും, ബുദ്ധി പ്രകാശിതമാകും. ഇതിനെതിരായിട്ടാണ് പിഴച്ചുപോയ മാലാഖ ചെയ്തത്, ചിന്തിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് എല്ലാ തിന്മകളുടെ ഉറവിടമായി സാത്താൻ മാറിയത്. നമുക്ക് അനുസരണമുള്ളവരും ദൈവത്തെ ചോദ്യം ചെയ്യാതെ ദൈവത്തെ അനുസരിക്കുന്നവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരും ആശ്രയിക്കുന്നവരുമാണ് കൃപാവരത്തിനായി യാചിക്കുക. കർത്താവെ, ഈ കൃപാവരത്തിനായിട്ട് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളെ അങ്ങയുടെ പരിശുദ്ധ ജ്ഞാനം കൊണ്ട് ശക്തി കൊണ്ട് നിറയ്ക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.